നിൽക്ക്. നീ എന്തിനാ കൊച്ചിന്റെ പിന്നാലെ പോണ? എനിക്ക് അവരോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട. എന്ത് പറയണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ സാമ്യ. എന്നെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടും. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ കോലത്തിലെ ആശുപത്രിയിൽ വന്നത്. ആരാ നിന്നെ ആക്രമിച്ചത്? ആ നിരഞ്ജൻ ഡോക്ടറാണ്. ഒരിക്കലുമല്ല. നിരഞ്ജൻ ഡോക്ടർ എന്ന് വെച്ചാല് നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞു വിട്ട ഗുണ്ടകള്, ആ ഇരുട്ടും പരുന്തു. അല്ല. പിന്നാരാ? അത് ആ സരത്താ. നിങ്ങൾ കരുതുന്ന ആളല്ല സരത്ത്. അവനൊരു കൊലയാളിയാ. എ ചെയിൻ കില്ലർ. ശരത്തോ? അതെ. അവൻ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് അറിയോ? ആ സുധിയെ കൊന്നത് അവനാ. അതുകൂടാതെ പലരെയും കൊന്നിട്ടുണ്ട്. നീ വെറുതെ നുണ പറയല്ലേ? നുണയല്ലേ, സത്യം. എല്ലാത്തിനും നാം കൂട്ടുനിന്നു. അതുകൊണ്ടാ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പൊ ആളുകളൊക്കെ വിചാരിക്കുന്നത് ആ സുധിയുടെ മരണത്തിന് പിന്നിൽ നിരഞ്ജൻ ഡോക്ടറാണെന്നല്ലേ? എന്നാ അല്ലേ, അതും സരത്ത് ചെയ്തതാ. എല്ലാം എനിക്കറിയാം. അവൻ എങ്ങനാ ചെയ്തതെന്നും എന്തിനാ ചെയ്തതെന്നും. ഈ വിവരം നിരഞ്ജൻ ഡോക്ടറോട് പറയാനാ ഞാൻ ആ വീട്ടിൽ ചെന്നത്. പക്ഷേ കാണാൻ പറ്റിയില്ല. ഇവിടെ ആ കുട്ടിയുണ്ടല്ലോ, അതല്ലേ മരിച്ചുപോയ സുധിയുടെ ഭാര്യ. സത്യം ആ കുട്ടി അറിയട്ടെ. നീ വലിയൊരു ബോംബ പൊട്ടിക്കുന്നത്. ഇതിന്റെ ഗൗരവം എന്താന്ന് നിനക്കറിയോ? അറിയാം. എനിക്കിനി അധികം ആയുസില്ല. മറ്റുള്ളവരെ കൊന്ന പോലെ എന്നെ ഈ സരത്ത് കൊല്ലും. അതിനു മുമ്പ് എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയട്ടെ. പിന്നെ എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല. സരത്ത് ഇനിയും കൊലപാതകം നടത്താൻ സാധ്യതയുണ്ട്. അവനെ സൂക്ഷിക്കണം. മഹാ അപകടകാരിയാ. തൽക്കാല ഈ വിവരം മറ്റാരോടും നീ പറയണ്ട. എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കട്ടെ. എന്നിട്ട് വേണ്ടതുപോലെ ചെയ്യാം. സംശയിക്കണ്ട. നിന്റെ കൂടി നന്മയ്ക്കാ ഞാനത് പറയണത്. നിനക്കൊന്നും പറ്റരുത്. ശരത്ത് കുടുങ്ങും വേണം. അതാണ് എൻ്റെ മനസ്സിൽ. അതിനുള്ള പ്ലാന് ഞാൻ ഉണ്ടാക്കാം. അതുവരെ ഈ രഹസ്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ. ഏട്ടോ? ഏറ്റു. എന്നാ ചെല്ലു.